അച്ഛന്മാർ ഇന്ന് എങ്ങനെ ബസ്മിലേറ്ററിൽ സ്കിന്ന് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ പിക്സാർട്ട് എടുക്കുക. അപ്പോൾ പിക്സാർട്ട് ഒന്ന് ലോഡാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിക്സാർട്ട് ലോഡായി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത വൈറ്റ് ബോഡി നമ്മൾ നേരെ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അടിയിൽ നമ്മൾ സൈഡിലോട്ട് നീക്കുകയാണെങ്കിൽ ആഡ് ഫോട്ടോ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട സ്കിന്ന് എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട സ്കിൻ ഇതാണ്, അത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അതിൽ അപ്ലൈ ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ടൊന്ന് ക്രോപ്പ് ചെയ്യണം. നമ്മൾ ആ സ്കിന്ന് മാത്രമാക്കിയിട്ട് എടുക്കുകയാണ്. സ്കിന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ നിന്ന് കേട്ടോ ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ എന്തായാലും എന്നിട്ട് സ്കിന്ന് നമ്മൾ ക്രോപ്പ് ചെയ്ത് ക്ലിയർ, അതേപോലെ തന്നെ അതിലുള്ള സ്കിന്നിൻ്റെ ക്ലിയർ ഭാഗത്തോട്ടാക്കി സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക, കറക്റ്റാക്കിയിട്ട് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്കിന്നിൻ്റെ ആ വശത്ത് ഫുള്ളായിട്ട് അത് ഫുള്ളാവണ രീതിയിൽ ഇങ്ങനെ സൂം ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അടിയിൽ, അത് ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടി എന്ന് പറയണ ആദ്യത്തെ മൾട്ടി എന്ന് പറയണ നിൽക്കുക. അപ്പോൾ നമ്മളെ ആ ബസ്സിൻ്റെ ബോഡി എങ്ങനെയാണ് അതുപോലെ തന്നെ അതിൽ ആ സ്കിന്ന് ആവുന്നതാണ്. അതേപോലെ തന്നെ റിപ്പീറ്റ് അടിക്കുക. അതേപോലെ തന്നെ ആഡ് ഫോട്ടോ വീണ്ടും കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ആ സ്കിന്നിനെ എടുക്കുക. എന്നിട്ട് ഫുള്ള് അതേപോലെ തന്നെ റിപ്പീറ്റ് അടിക്കുക. അതുപോലെ തന്നെ നമ്മളൊന്ന് സൂം ചെയ്ത് കൊടുക്കുകയാണ് ക്ലിയറായിട്ട്. ആ സ്കിന്ന് എത്രയാണോ അത്ര തന്നെ സൂം ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക. ക്രോപ്പ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, കൊടുത്ത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് അതേപോലെ തന്നെ നമ്മൾ സൂം ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ റിപ്പീറ്റ് അടിക്കുക. ബ്ലെൻഡ് എടുത്തിട്ട് മൾട്ടിയൊക്കെ കൊടുത്തിട്ട് റിപ്പീറ്റ് അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ നമ്മളെ ഗാലറിയിലോട്ട് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ നേരെ ബസ്മിലേറ്റർ എടുക്കുക. ബസ്മിലേറ്റർ ഒന്ന് ലോഡാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് സമയം എടുക്കണം കേട്ടോ ഇത് ലോഡാകാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ സമയം കൊണ്ട് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളത് എന്തായാലും ലോഡായിട്ടുണ്ട്. ലോഡായതിനു ശേഷം നമ്മൾ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് വെച്ചൊരു BMW ആണ്. എന്നിട്ട് നമ്മൾ സാധാ ബസ് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ യൂസ് കൊടുക്കുമ്പോൾ മേലെ പെയിൻറ്റിൻ്റെ ഒരു ചിഹ്നം കാണും, അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്കിന്നാണ്. എന്നിട്ട് അവിടെ ബ്രൗസർ ലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടുത്ത് ഫയലും ZArcher ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സ്കിന്ന് ഇതിലുണ്ടാവും, ആ സ്കിന്നൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളെ ബസ്മിലേറ്ററിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. ചുറ്റും നമ്മൾ ആഡ് ചെയ്ത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതാ മേലത്തെ അതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്കിന്ന്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അപ്ലൈ കൊടുക്കുക.